സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുകയും കഞ്ഞി കുടിക്കാൻ ഗതിയില്ലെങ്കിലും ആയുധങ്ങൾ ഉണ്ടാക്കിക്കൂട്ടുന്നതിൽ പാകിസ്ഥാൻ ഒട്ടും പിന്നിലല്ല. ഇടയ്ക്കിടെ ആയുധ പരീക്ഷണങ്ങൾ നടത്തി അവർ മറ്റു രാഷ്ട്രങ്ങളെ ഞെട്ടിക്കാറുമുണ്ട്. അമേരിക്കയടക്കം പാകിസ്ഥാന്റെ നിലപാടിനെതിരെ രംഗത്തു വരാറുണ്ട്. ഇപ്പോഴിതാ ആണവായുധശേഷിയുള്ള ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി നടപ്പിലാക്കുന്നതിനെതിരെ പാകിസ്ഥാന് ഉപരോധമേർപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്ക. പാക് സർക്കാരിന്റെ കീഴിലുള്ള ആയുധ വികസന ഏജൻസികൾ ഉൾപ്പെടെയാണ് ഉപരോധമേർപ്പെടുത്തിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ നാഷണൽ ഡെവലപ്മെന്റ്സ് കോംപ്ലക്സ്, അക്തർ ആൻഡ് സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്, റോക്സൈഡ് എന്റർപ്രൈസ് തുടങ്ങിയവയ്ക്കാണ് ഉപരോധം ബാധകമാകുക. കൂട്ടനശീകരണശേഷിയുള്ള ആയുധങ്ങളുടെ വ്യാപനം തടയുന്നത് ലക്ഷ്യമിട്ടുള്ള നടപടിയുടെ ഭാഗമായാണ് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത്. അമേരിക്കൻ കമ്പനികൾക്ക് അവർ നൽകുന്ന സേവനങ്ങൾ ഉപരോധമേർപ്പെടുത്തിയ കമ്പനികൾക്ക് നൽകാനാകില്ല. അതേസമയം അമേരിക്കൻ ഉപരോധത്തോട് കടുത്ത ഭാഷയിലാണ് പാകിസ്ഥാൻ പ്രതികരിച്ചത്. പക്ഷപാതപരവും ദൗർഭാഗ്യകരവുമെന്നാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ഉപരോധ വാർത്തയോട് പ്രതികരിച്ചത്. മേഖലയിലെ പ്രാദേശിക സ്ഥിരതയ്ക്ക് ഉപരോധം ഭീഷണിയാകുമെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ഉപരോധത്തിൽപ്പെട്ട നാഷണൽ ഡെവലപ്മെന്റ്സ് കോംപ്ലക്സാണ് പാകിസ്ഥാന്റെ ദീർഘദൂര മിസൈൽ വികസന പദ്ധതികൾക്ക് മേൽനോട്ടം നൽകുന്നത്. അടുത്തിടെ പരീക്ഷിച്ച ഷഹീൻ മിസൈൽ വികസിപ്പിച്ചതും ഇവരാണ്. ഈ കാരണത്താലാണ് ഉപരോധം ഏർപ്പെടുത്തിയത്. ഷഹീൻ മിസൈലിന് ആണവ പോർമുന വഹിക്കാനുള്ള ശേഷിയുണ്ട്. മിസൈൽ വികസിപ്പിക്കുന്നതിന് നാഷണൽ ഡെവലപ്മെന്റ് കോംപ്ലക്സിന് സഹായം ചെയ്തതിനാലാണ് മറ്റു കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയത്.